Wait and watch. I will also show you. Let the world know that you're a womanizer. You go with some. Now you talk. Telling no, you go to women. Tell him when he comes that I will go with every woman. Yes, tell. I will tell. Tell that I'm not this charity guy. I'm not for. ഫിറ്റ്നസിന്റെ പേര് പ്ലേ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ കളിച്ച ഫിറ്റ്നസ്. അന്നയ്ക്ക് വണ്ടി കയറിയിരിക്കുക, ആള് ഖത്തറിലേക്ക് എന്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി, നമ്മൾ അവിടെ പോയി കളിച്ച് കപ്പടിച്ച് ഒരു കപ്പുമായി തിരിച്ചു വരും. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ട്. അയ്യോ ബോച്ചെ വിഷയം തന്നെ നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാം, എന്തുകൊണ്ട് ബോച്ചെ സപ്പോർട്ട് ചെയ്യുന്നില്ല ബ്രോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഒരു ചേട്ടൻ പറയുന്നുണ്ട്, ഡാനി വളരെ മോശമായിട്ടാണ് ഡാനി സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. എനിക്കറിയത്തില്ല ഞാൻ എന്തു പറയണം സത്യത്തില. നിങ്ങളൊക്കെ എന്ത് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ പറയാം, അദ്ദേഹം ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ സംസാരിക്കുക, തെറ്റ് തന്നെ, അതിന് ശിക്ഷയും കൊടുക്കണം. പക്ഷേ ഇച്ചിരി കൂടുതലായി എന്നുള്ള രീതിയിലാണ്. കാരണം ഇതിനേക്കാളും ഒരുപാട് കേസ് കേട്ടുകളും പരാതിയൊക്കെ കൊടുത്തിട്ട് പോലും പല ആക്ഷനും ഒന്നും ഉണ്ടായിട്ടില്ല പല ആൾക്കാർക്കെതിരെ. പിന്നെ ഈ ഒരു കാര്യത്തിന് ഇത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ അതും നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. ഇത്രയും ഇതാവേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന്. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ സൈബർ കേസും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾക്ക് മുമ്പ് ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ശരിക്കും പണി തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. എന്തായാലും ബോച്ചയ്ക്ക് ജാമ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം കോടതി ചെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എന്താ പറയണ്ടേ, ഒരു പൊതുവേദിയിൽ സംസാരിക്കേണ്ട രീതിയിൽ അദ്ദേഹം സംസാരിക്കണമായിരുന്നു. എന്നിട്ടും അഡ്വക്കേറ്റ് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഇനി അദ്ദേഹം ആവർത്തിക്കത്തില്ല. പക്ഷേ അവരെന്താ പറയണ്ടേ, ചൊവ്വാഴ്ചത്തൊട്ട് നീട്ടുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു ന്യൂസ് ഞാൻ വെച്ച് തരാം. പിന്നെ അത് മാത്രമല്ല, പഴയ ഒരു വീഡിയോ കുത്തിപ്പൊങ്ങിയിട്ടുണ്ട്, ഒരു ലേഡിയുടെ ഒരു ബെഡ്റൂമിൽ കിടന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ ഞാനിന്ന് ജിമ്മിൽ പോയ സമയത്ത് അവിടെ നിന്നും ബോച്ചയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, അണി റോസിൻ്റെ ഡ്രസ്സിൻ്റെയും പറ്റിയ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. നല്ല രീതി കൂടുതലും ബോച്ചയാണ് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ സംസാരിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾ ആർമിയുടെ എങ്ങാണ്ടൊരു കാര്യങ്ങൾ പറഞ്ഞു, ഡ്രസ്സ് ഇട്ടുകൊണ്ടൊക്കെ. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് വീഡിയോസൊക്കെ നോക്കിയപ്പം അതിൻ്റെ ഒരു ട്രോള് കാണാനായിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നല്ല തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡബിൾ മീനിങ് ഒറ്റ ഒരു പ്രശ്നം ഇത്രയും ഇതാവുന്നിട്ട് ആരും പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമല്ല. എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോയിട്ട് വരാം. ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്യ ലൈക്ക് എന്തായാലും ഒന്ന് അടിക്കുക. ഓക്കെ. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ വാദിച്ചത്. മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ല എന്നും വാദമുയർത്തി. വിവരങ്ങളുമായി ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, ഈ അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളതെന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെ? അല്പസമയം മുമ്പാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ ഈ ജാമ്യ ഹർജി എത്തിയത്. ഇന്ന് ഉച്ചയോട് ഫയൽ ചെയ്ത മാത്രമേ ഉള്ളായിരുന്നു. അർജന്റായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ വന്നത്. ആ സമയത്ത് ഈ അഡ്വക്കേറ്റ് B രാമൻപിള്ള അദ്ദേഹമായിരുന്നു ഹാജരായത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ തങ്ങൾ ഹാജരാക്കിയ രേഖകൾ, തെളിവുകളൊന്നും തന്നെ പരിശോധിക്കാൻ തയ്യാറായില്ല. തനിക്കെതിരായ കുറ്റം നിലനിൽക്കുന്നതല്ല, ഇത് കള്ളപ്രചാരണം മാത്രമാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ആ കോടതി ആ സമയത്ത് ചോദിച്ചു, ഈ പൊതുവിടത്തിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതല്ല, എങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് അഭിഭാഷകൻ മറുപടി പറഞ്ഞു, അതായത് ബോബി ചെമ്മണ്ണൂർ ഇനി അത്തരത്തിലുള്ള പരാമർശം നടത്തില്ല, അക്കാര്യത്തിൽ താൻ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ കോടതി പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും ഈ മാനാഭിമാനം എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് കോടതി പറയുകയും ചെയ്തു. അതിനുശേഷം ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഇപ്പോൾ തന്നെ പരിഗണിക്കണമെന്ന് പറയുന്നു. കോടതി പറയുന്നു, അങ്ങനെയല്ല, സർക്കാരിന് മറുപടി പറയാൻ കുറച്ചുകൂടി സമയം കൊടുക്കേണ്ടതുണ്ട്, ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാമെന്ന് പറയുന്നു. പക്ഷേ അഭിഭാഷകൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ മജിസ്ട്രേറ്റ് കോടതി തങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് റിമാൻഡ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അടിയന്തരമായി ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കോടതി ആ ആവശ്യം നിരസിച്ചുകൊണ്ട് ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വയ്ക്കുകയാണ്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഇനി എന്താണെന്ന് നമുക്ക് ചൊവ്വാഴ്ച കണ്ടറിയാം. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പം പുള്ളിയുടെ പഴയ കുറേ വീഡിയോസുകൾ ഇങ്ങനെ പൊക്കി വരുന്നുണ്ട്. പുള്ളിയുടെ അടുത്തൊരു ലേഡി സംസാരിക്കുന്നത്, മീൻസ് അവർ ബെഡ്റൂമിൽ വെച്ചൊരു സംഭവമാണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. Wait and watch. I will also show you. Let the world know that you're a womanizer. You go with some. Now you talk. Telling no, you go to women. Tell him when he comes that I will go with every woman. Yes, tell. I will tell.
tell that I'm not this charity guy. I'm not a Gandhi. Charity will do again charity. But you I will go to woman. You I will do charity. not one woman. Many women. Every woman. Yes. How many women? 10,000 women you've got I will, so far. I will go. I will do the charity. Yes. Whatever things it will go like that. Yes. I don't mind people knowing I'm a womanizer. No Yes. problem. Already knowing. Still I don't mind. I will do the charity. The way I go, I do it. Yes. I don't mind. So you I don't want to accept- be a. You accept you're a womanizer. Yes. Right? Yes. You are a womanizer. Yes. So every innocent girl you take and you cheat her, right? Yes or no? Yes or no? That's all you answer me. Why you have to answer? Every woman you take, every innocent girl you take and you cheat That's her. behind me. You cheat them. You cheat them in the name of love. ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ചാരിറ്റിയുടെ പേരും പറഞ്ഞിട്ട് തന്നെയാണ് അയാൾ ഈ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിനിപ്പോൾ എന്താണെന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുന്നത്. അവർ രഹസ്യമായിട്ട് ഇതെല്ലാം പിടിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, അവർ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. 5 വട്ടം അബോഷനായ കാര്യങ്ങളൊക്കെ. ഞാനത് അതും കൂടെ ഒന്ന് വെച്ചുതരാം. How many abortions? 5-6 abortions. How many abortions I went through? How many surgery I went through? Tell, the month of August is good for me. Last year by now only you made me pregnant and I was in the ICU and I'm messaging you, I'm in the ICU, I'm serious. Not bothered. Quietly you turned away. You thought, okay, my God, let me escape like this. Okay? And just because I was silent, you came back to me again. Huh? Yes, yes. That's why my calculation is correct. Never love anybody. Don't what love. Don't use that fucking love. You can never use it anymore in your life. It's only mistake. You can I never. decided. Yes. Do it. That's Yes. all. But You can't screw. Happens. Even you can't screw. You പുള്ളിക്കാരൻ്റെ പോളിസിയും കാര്യങ്ങളൊക്കെയാണ് കറക്റ്റ്. ഉപയോഗിക്കുക, എടുത്ത് കളയുക. അത് തന്നെയാണ് പുള്ളി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ബാക്കിയും കൂടെ കേൾക്കാം. will cut your part and throw it. Wait and see. You can't screw anymore anyone. Wait and see. To what extent I will do it. To what extent you will not get a woman even to screw. Wait and watch. I will ensure that you won't get a woman. You should cut your part and throw if you can't control yourself so much. Either you go back to your wife or you kill yourself. Wait and see. 2 years, what pain you gave me. I am a fatherless daughter. I am an orphan. If my father was here today, you are fucking nothing to me. Okay, keep that in mind very well. Your father will die and that time people will call you a bastard and you will be an orphan and you will suicide yourself. Wait and see. ജീവനോടുണ്ടെങ്കിൽ ഭാഗ്യം. ഇവരൊക്കെ ഇപ്പൊ രംഗത്ത് വന്ന തീർത്തിങ്ങറ അവസ്ഥ. ഇനി അണ്ണന്റെ കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡബിൾ മീനിങ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ബോച്ചെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ പ്രായം ചെന്നവരും എല്ലാവരും കാണുമല്ലോ. ഇപ്പം നിങ്ങളുടെ മക്കളാണെന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പം നിങ്ങളുടെ മക്കൾ ആണെന്ന് കരുതി സങ്കല്പിച്ച് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. കണ്ടിട്ട് ഓക്കെ ബോച്ച പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയെന്ന് കമൻ്റ് ഇട്, അല്ലെങ്കിൽ തെറ്റെന്ന് പറ. ആ ടൈമിങ് മെൻഷൻ ചെയ്തിട്ട് അങ്ങനെ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഇട്. ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. പ്രായം ചെന്നവരാവണം, പെൺമക്കളുള്ള അച്ഛനമ്മമാരാണെങ്കിൽ പ്രത്യേകിച്ചിട്ടോ. കാരണം കുറേ പേര് വാഴ്ത്തിപ്പാടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് കോളേജിലാണ്. പോകുമ്പോ എന്താണ് പേര്? കണ്ണക്കി വണ്ടി കയറിയിരിക്കുക. ആള് ഖത്തറിലേക്ക് എന്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി, നമ്മൾ അവിടെ പോയി കളിച്ച് കപ്പടിച്ച് ഒരു കപ്പുമായി തിരിച്ചു വരും. ഇപ്പൊ ഞങ്ങൾ 2 പേരാണ് പോണത്. തിരിച്ചു വരുമ്പോ 3ാമതൊരാളുണ്ടാവും. അയ്യോ, ഗപ്പായിട്ടാണ് വരും. ഗപ്പ് വീട്ടിൽ വേറൊന്നല്ല, ഗപ്പാണ് ഉദ്ദേശം. ഇപ്പൊ ജയിലിൽ ഇരുന്ന് ഉണ്ട തന്നെ കപ്പുമായിട്ട് പോകുന്ന ആളിനോട് ഞാൻ ഒന്നേ പറയാനുള്ളൂ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് ഇയാളുടെ സംസാര രീതികളും കാര്യങ്ങളും ഒക്കെ. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വേറൊരു വീഡിയോ ഉണ്ട്, ഒരു പഴംപൊഴി ഐറ്റമാണ്. അത് നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് വെച്ചുതരാം. ഇതെന്താ ചേട്ടന്റെ പഴമ്പൊരി ഇങ്ങനെ വളഞ്ഞിരിക്കണേ? അത് പണ്ട് തൊട്ടേ വളവുള്ളതല്ലേ? പണ്ട് തൊട്ടേ വളവുള്ളതാ. വളവുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലേ? കണക്കിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അപ്പൂപ്പൻ പറയാതെ പറഞ്ഞതായിരിക്കാം. പിന്നെ നേരത്തെ അണീറോസിനെ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചും ഒരു ജിമ്മ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. ആ ജിമ്മിന്റെ വിശേഷം ഒന്ന് കണ്ടിട്ട് അതിന്റെ ഫിറ്റ്നസിന്റെ പേര് പ്ലേ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ കളിച്ച് ഫിറ്റ്നസ് ആവുക. മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എത്രമാത്രം ദേഷ്യം ഉണ്ടെന്നുള്ള രീതിയിൽ.
പിന്നെ ഇയാളുടെ ഡബിൾ മീനിങ് വേറൊരു പെണ്ണ് ഇടയ്ക്ക് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്, കുറച്ച് ദിവസം മുമ്പ്, ഈ ജൂവലറിയുടെ എന്തോ സംബന്ധമായിട്ടുള്ളൊരു കാര്യം. ആ പെണ്ണിന് ജൂവലറിമാർ പറഞ്ഞു പോയതാണ്. അന്ന് അവരെല്ലാവരും ട്രോളിയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. എന്തായാലും ഇയാളുടെ സംസാരം ഒന്ന് കേട്ട് നോക്കാം. നിങ്ങളെ ചെമ്മണ്ണൂര് ഷോറൂം ഈ പഞ്ചായത്തിൽ വേറെ കൂതറ ഷോറൂം ഇല്ല ഇതിനെ കാട്ടി. എന്റെ സഹോദരി തിരുവനന്തപുരത്തുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് എന്റെ അല്ല. എന്റെ ബ്രാൻഡ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അല്ലെങ്കിൽ ബോച്ചെ എന്നാണ്. ഒരു കളക്ഷൻ എന്ന് പറയുന്ന സാധനം 7 അയലത്തൂടെ പോലും പോയിട്ടില്ല. പിന്നെ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നു. സഹോദരി എന്റെ കടയിലേക്ക് വാ, നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം, അതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് പറയുന്നത്. നിങ്ങൾ ആ കായ് കാണിച്ച ആംഗ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അതൊന്ന് ഇട്ട് നോക്കാനുള്ള രീതിയിലാണ്. എൻ്റെ പൊന്നു ചേട്ടാ, ഇതൊക്കെയാണ് കുഴപ്പം വരുന്നത്. എന്തായാലും അടച്ച് ഒരുമാതിരി ആൾക്കാർ വേറെ രീതിയിലാവും ഇതിങ്ങനെ പോയാലാ. ഇനി പുറത്തിറങ്ങി കഴിഞ്ഞ് ഇത് കാണിച്ചാലോ ഇല്ലാണ്ടായി പോവും. പിന്നെ അത് മാത്രമല്ല, ഒരു ട്രോള് ആർമിയുടെ അത് വേഷം ഇട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കത്. ഈ സ്റ്റാർട്ടപ്പിലേക്ക് വന്ന എല്ലാ വെടിവീരന്മാർക്കും സ്വാഗതം. എടാ നിനക്ക് ഒരു വ്യത്യാസമില്ലല്ലോടാ, നീ പഴയ മഴുവൻ മണികണ്ഠൻ തന്നെ. ഈ തോക്കൊക്കെ ആയിട്ട് ആൾക്കാർക്ക് സർപ്രൈസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇത് സ്നേഹത്തിന്റെ വെടിവെക്കാനാണ് പോകുന്നത്, തെറ്റിദ്ധരിക്കേണ്ട. അല്ല, ലിങ്ക് ഉദ്ദേശിക്കുന്ന കിഡ്നാപ്പിന്റെ അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെ അല്ലേ? വലിയ തോക്കോ? അത് ഭാര്യ സമ്മതിച്ചില്ല എടുക്കാൻ. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? ഭാര്യ പറഞ്ഞ ഈ വലിയ തോക്ക് ഈ പുറത്ത് ഈ തോക്ക് വെച്ചിട്ടുള്ള കളി പുറത്തു വേണ്ട എന്ന് പറഞ്ഞു. അതെ അതെ അതെ, നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇത്തരം സംഭാഷണവും നാടകമൊക്കെ. നന്നാവാൻ ശ്രമിക്കും സത്യ, നന്നാവുന്നല്ലാടോ. വെടിവെച്ച് ജയിക്കുന്നവർക്ക് 2 ഉണ്ട സമ്മാനമായി നൽകുമെന്ന് പറഞ്ഞു. ഇനിയും താൻ ആവർത്തിച്ചാൽ തന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയി. മതം എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെ പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യോ? ശരി, മനസ്സിലായി. 2 ഉണ്ടാന്ന് പറയുമ്പോ എങ്ങനെ ഇരിക്കും എന്നുള്ള സങ്കല്പത്തിലാണല്ലേ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഞാൻ ഇങ്ങനെ തന്നെയാ, അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ. ഓക്കെ, ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്ന ചാണി റോസ് കാണിച്ചത് തെറ്റല്ലേ, അഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. എന്തോ നടയത്. ഇപ്പം നിങ്ങൾ ആ ഒരു പേരും പറഞ്ഞിട്ട് ഈ ഒരു സാധനം വളച്ചൊടിക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ കണ്ട് ഫാൻസായിട്ടും രീതിയിൽ പെരുമാറുന്നതും. ഡബിൾ മീൻ ഇപ്പം എന്ത് പറഞ്ഞാൽ മൈ തൈ കൂ കീ കൂ വായി തോന്നിയൊക്കെ എന്തൊക്കെ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു അടാ മൈ മോനെ മറ്റേ മോനെ ഇങ്ങനെയാണല്ലോ കാണുമ്പോൾ തന്നെ എല്ലാവരും മിണ്ടുകയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു കോമൺ ആയിക്കൊണ്ട് വരുവാണ്. ഊക്കൽ എന്തുവാ, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരാകും. ഓക്കെ, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു. എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.